ഹായ്, വെൽക്കം ടു മോംസ് കോട്ട്. ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് കാണിക്കുന്നത്. അതായത് ബഹ്റൈനിൽ ഉള്ള മാൾ ഓഫ് ദിൽമുനിയിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ടൈമാണ് പോകുന്നത്. അപ്പോൾ ബഹ്റൈനിലുള്ള ഈ മാൾ ഓഫ് ദിൽമുനിയിലേക്ക് പോകുന്ന വഴിയും അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഡ്രൈ ഡോക്ക് ഹൈവേ വഴിയാണ് പോയത്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ടുബ്ലിയിൽ നിന്നും ഒരു 30 മിനിറ്റ്സ് ട്രാവലിംഗ് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 20 കിലോമീറ്ററിനടുത്താണ് ഈ മാളിലേക്കുള്ള ദൂരം. ഈ മേഖലയിലെ ആദ്യത്തെ സിലിണ്ടർ ആകൃതിയിലുള്ള അക്വേറിയം സ്ഥിതി ചെയ്യുന്നത് ഈ മാൾ ഓഫ് ദിൽമുനിയിലാണ് കേട്ടോ. ഇപ്പൊ നോമ്പ് സീസണൊക്കെ ആയതുകൊണ്ടാണ് ഈ സമയത്തും അധികം റോഡിലൊന്നും തിരക്കില്ലാത്തത്. ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഞാൻ നൈറ്റ് ടൈമിലായിരുന്നു ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം വേറൊരു ഫീലിംഗ് ആണ്. ഈ പകൽ ടൈമിൽ വരുമ്പോൾ വേറൊരു ഫീലിംഗ് ആണ്. കാരണം നൈറ്റ് ടൈം എന്ന് പറയുമ്പോൾ ഫുൾ ലൈറ്റിങ്ങും എല്ലാം ആയിരിക്കും. ബിൽഡിങ്സ് എല്ലാം ലൈറ്റിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുമായിരിക്കും. അപ്പോൾ പകൽ ടൈമിൽ വരുമ്പോൾ വേറൊരു പ്രത്യേകതയാണ് ബഹ്റൈനിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ബ്രിഡ്ജിൻ്റെ 2 സൈഡുമായിട്ട് നമ്മുടെ സമുദ്രത്തിൻ്റെ പോർഷൻസ് ഒക്കെ കാണാൻ പറ്റുമായിരുന്നു. നല്ല ബ്ലൂ കളർ വാട്ടറാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെയുള്ള കാഴ്ചകളും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പകലിറങ്ങിയത്. പിന്നെ നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു, ബഹ്റൈൻ എന്ന് പറയുന്നത് ഒരു ട്യൂബ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ബഹ്റൈനിലെ ഏത് ഭാഗത്ത് പോയാലും ഈ സമുദ്രത്തിൻ്റെ ഒരു പോർഷനെങ്കിലും കാണാൻ പറ്റുന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ ഈ ഭാഗത്താണ് റോഡ് സൈഡ് 2 സൈഡുമായിട്ട് ഈ നമ്മുടെ ഡേറ്റ്സിൻ്റെ മരങ്ങൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതുപോലെ ഞങ്ങൾ സിഗ്നലിൽ നിൽക്കുമ്പം ഇതുപോലെ ഫ്ലൈറ്റുകളൊക്കെ അടുത്തുകൂടെ പോകുന്നുണ്ടായിരുന്നു. മനാമ എയർപോർട്ടിലേക്ക് ഇവിടുന്ന് അല്പം മാത്രമേ ദൂരമുള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിലെ ഒരു തെങ്ങിൻ്റെയൊക്കെ ഹൈറ്റിൽ പറക്കുന്നുണ്ടാവുള്ളൂ എന്ന് വിചാരിക്കും. കാരണം ലാൻഡിങ് ടൈമാണ്. എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് കാണുന്നത്. ദിൽമുനിയ എത്തുന്നതിന് മുമ്പ് റൈറ്റ് സൈഡായിട്ടാണ് ഈ സമാബേ ഉള്ളത്. അപ്പം ഞങ്ങൾ ഡയറക്റ്റ് അങ്ങോട്ടൊന്ന് കയറിയായിരുന്നു. സമാബയിൽ എൻട്രൻസ് ഫീ ഒന്നുമില്ല. അതിനകത്തേക്ക് ഇറങ്ങാനായിട്ട്, അതായത് നമ്മുടെ സമുദ്രത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ മാത്രം എൻട്രൻസ് ഫീ ഉണ്ടായിരുന്നു. ഞങ്ങൾ മെയിനായിട്ട് എയിം ചെയ്തിരിക്കുന്നത് മാൾ ഓഫ് ദിൽമുനിയ ആയതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയില്ലായിരുന്നു. അപ്പം ഇവിടെ ഇപ്പോഴും പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടു. നല്ല വെയിലുണ്ടായിരുന്നെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഇരിപ്പിടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തൊരു സ്റ്റോൺ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല തണുപ്പായിരുന്നു അതിലൊക്കെ. അപ്പം പിന്നെ കുറച്ച് സമയം ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. ഈവനിങ് ടൈമിലൊക്കെ അടുത്തുള്ളവർക്ക് വന്നിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. നല്ല അടിപൊളി വൈബ്. നമ്മളിപ്പോൾ കാണുന്നത് ഗൾഫ് എയറിൻ്റെ ഒരു ഫ്ലൈറ്റാണ്. ലാൻഡിങ് ടൈമാണ്. ഇതൊക്കെ ഇത്ര അടുത്തുനിന്ന് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വൈകുന്നേരങ്ങളിൽ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്തൂടെ ഒരു പാറ്റയുടെ വലിപ്പത്തിലായിരിക്കും ഒരു പ്ലെയിനൊക്കെ പോകുന്നത്. എന്ത് അതിശയത്തോടെ ഞാൻ നോക്കി നിന്നിട്ടുള്ളതെന്നറിയും. അധികം സമയം കളയാതെ തന്നെ ഞങ്ങൾ സമാബയുടെ യാത്ര പറഞ്ഞ് ദിൽമുനിയിലേക്ക് പോയി. മാൾ ഓഫ് ദിൽമുനിയ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് സിലിണ്ടറിക്കൽ അക്വേറിയം 4 നിലകളിലായിട്ടാണ് അതിൽ സിലിണ്ടറിക്കൽ അക്വേറിയം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനകത്തേക്ക് നമുക്ക് ഇറങ്ങാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പം അതിനുള്ള ട്രെയിനിങ്സ് എല്ലാം അവർ തരും. അപ്പം നമ്മൾ മാൾ ഓഫ് ദിൽമുനിയുടെ അടുത്ത് ഏകദേശം എത്തിക്കഴിഞ്ഞു. പിന്നെ ഞാൻ പാർക്കിങ്ങിൻ്റെ അവിടെയൊന്നും വീഡിയോ എടുത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ അകത്ത് കയറിയിട്ടാണ് ഞാൻ വീഡിയോസ് എടുത്തിട്ടുള്ളത്. ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. തിരക്കെന്നല്ല, ആളുകളുടെ അനക്കം പോലും ഇല്ലാത്തൊരവസ്ഥയായിട്ടോ ഇവിടെ. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് കഴിഞ്ഞ തവണയൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നോമ്പ് സീസൺ ആയത് കാരണം എല്ലാവരും ഈ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞിട്ടാണ് പുറത്തിറങ്ങുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. അതായത് നൈറ്റിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എല്ലാവരുടെയും പോകുന്നതും ഒക്കെ എൻജോയ് ചെയ്യുന്നതും. അപ്പോൾ ഇതാണ് അക്വേറിയത്തിൻ്റെ ഒരു പോർഷൻ. ഒരാൾ അക്വേറിയത്തിനകത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. അവർക്ക് ഒരു ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നതും കൂടെ ഇതിൽ കാണാം.
അപ്പോൾ മീനുകളെല്ലാവരും ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുകയാണ്. നല്ല രസമാണ് കാണാനായിട്ട്. നമ്മൾ കയറി പോയത് അക്വേറിയത്തിൻ്റെ അടുത്തേക്ക് എത്തിയത് 3rd ഫ്ലോർ വഴിയായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ 4 നിലകളിലായിട്ടാണ് ഈ അക്വേറിയം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് 17 മീറ്റർ നീളം ഉണ്ടെന്നാണ്, അതായത് ആഴം ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ വ്യാസം, ഈ സിലിണ്ടറിൻ്റെ വ്യാസം 7 മീറ്ററാണ്. ഇതിനകത്ത് 7 ലക്ഷം ലിറ്റർ ഉപ്പുവെള്ളം ചേർത്തിട്ടുണ്ട്, അടങ്ങിയിട്ടുണ്ട്. സെക്കൻഡ് ഫസ്റ്റ് ഫ്ലോറിലൊക്കെ നിൽക്കുമ്പോൾ തന്നെയാണ് ഒരു സീനകത്ത് എങ്ങനെയൊക്കെയാണ് കാണാൻ പറ്റുക എന്നുള്ള ഫീലിങ്സ് ഫുള്ളായിട്ട് കിട്ടുക. ഇത് ഏറ്റവും മുകളിലത്തെ നിലയാണ് കേട്ടോ, അതായത് 4th ഫ്ലോറിലുള്ള നിലയാണ്. ഇതിൻ്റെ നടുഭാഗത്താണ് നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് അതിനകത്ത് ഇറങ്ങാമെന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ, ഇറങ്ങാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പോർഷനിൽ കൂടെ തന്നെയാണ് ഈ മീനുകൾ അകത്തേക്ക് ഫസ്റ്റ് ഫ്ലോർ വരെ അകത്തേക്ക് പോകുന്നതും മുകളിലേക്ക് വരുന്നതൊക്കെ ആ ഒരു ഭാഗത്തോടെയാണ്. നമ്മുടെ ഈ അക്വേറിയം ഉണ്ടാക്കിയിട്ടുള്ള ഗ്ലാസിൻ്റെ വീതി ഇത്രയാണ് വരുന്നത്, കണ്ടോ. ഇത് ഈ 2nd ഫ്ലോറിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ് കേട്ടോ. ഇതിൻ്റെ താഴെ കൂടെ നമുക്ക് തൊട്ട് താഴെയുള്ള ഫ്ലോറിൽ ഉള്ള ഈ അക്വേറിയത്തിൻ്റെ പോർഷൻ കൂടെ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലത്തെ കാഴ്ച. അക്വേറിയം മാത്രമല്ലാതെ ഈ മാളിൽ പ്ലേ സ്റ്റേഷൻസ് ഉണ്ട്, ഫുഡ് കോർട്ട്സ് ഉണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷേ അതെല്ലാം ക്ലോസ്ഡ് ആണ്, കാരണം നോമ്പ് സീസൺ ആയതുകൊണ്ട്. ഒരു 6 മണിക്ക് ശേഷം അതെല്ലാം ഓപ്പൺ ആവുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ മാൾ ഓഫ് ദിൻമുലിയിൽ നിന്നും ഇറങ്ങി. പക്ഷേ പോകുന്ന വഴി നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, കാരണം സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, നോമ്പ് തുറ ടൈമൊക്കെ കഴിഞ്ഞില്ല. അത് കാരണം നല്ല ബ്ലോക്കായിരുന്നു. അത് കാരണം ആ ഒരു വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായവരൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.